പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഹോട്ടലുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഊട്ടിയിലുള്ള അമുദ കഫേയിലേക്ക്. കാർത്തി, നീ എനിക്കൊരു സഹായം ചെയ്യൂ. പറയാച്ചാ, ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് അവനെ ഒന്ന് കാണണം. അമുദ തട്ടുകട. അവന്റെ പേര് സച്ചിൻ എന്നാ, ഞങ്ങളൊക്കെ സച്ചു എന്നാ വിളിക്കുക. ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മളാണ് ഈ കടയുടെ ബ്രാഞ്ച് ഊട്ടിയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അമ്മേ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. കുറച്ച് മെഡിസിൻ എടുത്തോട്ടെ. വെറുതെ ദേഷ്യപ്പെടാതെ എനിക്ക് പറയാനുള്ള കേക്ക്. മര്യാദയ്ക്ക് പറയുന്നത് ഇറങ്ങിപ്പോ. നിങ്ങൾ എന്റെ ചേട്ടനാ. മനസ്സിലായില്ല. ഏത് സ്ഥലം? നിന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി. ഒരു ബിസിനസ്മാനെ ബോധം കെടുത്തി ഊട്ടിലേക്ക് കൊണ്ടുവന്നില്ലേ? അമ്മേ, എന്താ മോനെ? സച്ചു മാമനെ നമ്മളെ കൂടെ തന്നെ നിർത്തിയാലോ? മാമനോ? എന്താ സ്വപം പതയിൽ കൈയിട്ട പോലെയുണ്ടോ? ഇപ്പോഴേ അമുദയ്ക്ക് ഭയങ്കര സംശയം. അടുത്ത് തന്നെ ഈ ഡൗട്ടൊക്കെ ക്ലിയർ ആവാൻ പോവല്ലേ. പിന്നെ ഇന്ന് നിന്റെ അച്ഛനെ മീറ്റ് ചെയ്തിരുന്നു. അയാളൊരു വല്ലാത്ത ക്യാരക്ടർ ആണല്ലോ. ഇനി ഇയാൾ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും പറയാം. പക്ഷെ ഇനി നിങ്ങളുടെ അമ്മയെ കുറിച്ച് ആന്റി എന്തെങ്കിലും പറയുകയാണെങ്കിലേ മുഖത്ത് നോക്കിയിട്ട് എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞേക്കണം. പറയാൻ പോകുന്ന കാര്യം കേട്ട് ദേഷ്യപ്പെടരുത്. ഹോട്ടലിന് എന്റെ പേര് വെച്ചെന്ന് വിചാരിച്ചപ്പോ എന്റേത് അവരുടെ പേരായിരുന്നല്ലേ. എവിടെയാണെങ്കിലും സുഖമായിട്ടിരിക്കുന്നു അറിഞ്ഞാൽ മതി എനിക്ക്. നിന്റെ അച്ഛനെ ചടങ്ങ് ചെയ്യുക, അല്ലെങ്കിൽ കുഴിന്ന് തോണ്ടിയെടുത്ത് കല്യാണം കഴിപ്പിക്കുക. അയാൾ എന്റെ അച്ഛനെ അല്ല. നീ രത്നസ്വാമിയുടെ മകൻ അല്ല അല്ല അല്ല. നിങ്ങൾ എന്നോട് സത്യം പറയണം. അച്ഛനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നില്ലേ? തോന്നിയിരുന്നു. വന്നപ്പോ തന്നെ അയാൾക്ക് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ. എന്ത് ചെയ്യാനാ?